ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 28-ാമത്തെ ദിവസം. ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്ന രീതിയിൽ ഈ നാരായണീയോപാസന സാക്ഷാൽ നാരായണൻ്റെയും നാരായണീയ കർത്താവായ നാരായണൻ്റെയും പാദാരവിന്ദങ്ങളിൽ നമ്മൾ സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് 3-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകം ആണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലാം, പിന്നീട് അതിൻ്റെ പ്രഭാഷണം, തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആ ശ്ലോകത്തെ മനനം എന്നുള്ള രീതിയിൽ ചൊല്ലി, പിന്നീട് അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയത്തിലെ ശ്ലോകം, ശ്രീഹരിയത്തിലെ ആ വരികൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി നമുക്ക് ഇന്ന് സമർപ്പിക്കാം. പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാൽ ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി. പട്ടേരിപ്പാട് പറയുന്നു,
പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ, വളരെയധികം മനോദുഃഖങ്ങൾ കൊണ്ടും, അപ്പോൾ ആധി മനോദുഃഖവും വ്യാധി ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളുമാണ്. അപ്പോൾ മനോദുഃഖങ്ങൾ കൊണ്ടും പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ, വല്ലാതെ ഇളകിയിരിക്കുന്ന മാമകഹൃതി, എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ പരമരസചിദ്രൂപം ത്വദീയം തദ്രൂപം ഉദിയാൽ, അവിടുത്തെ സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പട്ടേരിപ്പാട് ആദ്യം പറഞ്ഞില്ലേ, അത് തന്നെ ആ ദിവ്യമായ അവിടുത്തെ ദിവ്യമായ സ്വരൂപം, ആ വിഗ്രഹം തെളിഞ്ഞ് വിളങ്ങാൻ അനുഗ്രഹിക്കണേ. ഉദഞ്ചദ്രോമാഞ്ചഹ, അങ്ങനെ അത് ഉള്ളിൽ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ? ഉദഞ്ചദ്രോമാഞ്ചഹ, ആ ഉള്ളിൽ ആ ഭഗവത് സ്വരൂപത്തെ ഇങ്ങോട്ട് കാണുമ്പോൾ കോൾമയിർ കൊള്ളുക എന്നൊരവസ്ഥയുണ്ടാവും. ഗളിത ബഹു ഹർഷാശ്രു നിവഹ, ആനന്ദക്കണ്ണീർ, ആ ഹർഷാശ്രു ബിന്ദുക്കൾ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് ദുരുപമ ശമ പീഡാപരിഭവാൻ, അടക്കാനാവാത്ത രോഗപീഡകളെ അങ്ങനെ 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 യഥാ വിസ്മര്യാസം, യഥാവൽ വിസ്മര്യാസം എന്ന് നമുക്ക് പറയാം. ഞാൻ മറന്നുപോകും, മറന്നു പോകാൻ അനുഗ്രഹിക്കണേ എന്നാണ് അല്ലേ. നീഹാരമിവ ഭാസ്കര എന്ന് പറയുന്നത് പോലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ മഞ്ഞുതുള്ളികൾക്ക് സ്ഥാനമില്ല. സൂര്യൻ ഉദിച്ചാൽ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തിയാൽ അവിടെ ഇരുട്ട് ഇല്ലാതെയാവും. ഇതേപോലെ സാന്ദ്രാനന്ദാവബോധാത്മകം, ജ്ഞാനം ആനന്ദം രണ്ടും ഘനീഭവിച്ച സച്ചിദാനന്ദ കട്ടായ എന്നൊക്കെ തിരുനാമാചാര്യൻ പറയുന്ന ഭഗവത് രൂപം മനസ്സിൽ തെളിഞ്ഞാൽ പിന്നെ ദുഃഖങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. കാരണം എന്താ? സുഖമാണ് ഭഗവത് സ്വരൂപം എന്നുള്ളത്. അപ്പൊ സുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദുഃഖമില്ല. സ്മരണരൂപമായ ഭക്തി, അതിനുവേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. രോമാഞ്ചം, കണ്ണീര്, ഗദ്ഗദം, വാക്കുകൾ മുറിയുകയും മൊഴികൾ മുറിയുകയും മിഴികൾ നിറയുകയും ചെയ്യുക എന്നുള്ളത് ഭക്തിയുടെ ലക്ഷണമായിട്ട് സജ്ജനങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഭഗവത് രൂപരസായനം, രസത്തെ ജനിപ്പിക്കുന്നത്, അത് സേവിക്കുക. രോമാഞ്ച തൈലം ദേഹം മുഴുവൻ പുരട്ടുക, കണ്ണീർ കൊണ്ട് ധാര ചെയ്യുക. ഇതാണ് തൻ്റെ ഈ വാതരോഗത്തിനുള്ള ഏറ്റവും ഉചിതമായ ചികിത്സ എന്ന് പട്ടേരിപ്പാട് പറഞ്ഞു വെക്കുന്നു. വേറെ ചികിത്സയൊന്നുമില്ല. വിസ്മര്യാസം എന്ന് പറയുന്നു. അവിടെ ആ പ്രാർത്ഥന വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്, ഒട്ടും തന്നെ ഇല്ലാതെ. ഇപ്പൊ ഭക്തി വർദ്ധിക്കാൻ കരുണയുണ്ടായാൽ മാത്രം മതി ഭഗവാനെ. അടിയനിൽ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭക്തി കൊണ്ട് ആധിയും വ്യാധിയും, മനസ്സിന്റെ രോഗവും ശരീരത്തിന്റെ രോഗവും, അങ്ങനെ വന്നാൽ മനസ്സും വപുസ്സും അരോഗദൃഢം ആയി തീർന്ന് മാറും എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അതൊക്കെ തന്നെത്താൻ മാറിക്കൊള്ളും. അതിന് അനുഗ്രഹിക്കണേ. ഇനി ഇങ്ങനെ ചെയ്യാതിരുന്നാലോ അത് അവിടുത്തേക്ക് ദുഷ്കീർത്തി ഉണ്ടാക്കും ഗുരുവായൂരപ്പ എന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാൽ ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപമശമപീഡാപരിഭവാൻ. ശ്രീഹരിയ പരിഭാഷ. മധുരമനോഹരമാം മുരളീധരാ നിൻ രൂപം മനതാരിൽ മിന്നിടുകിൽ ധന്യനാകും ഞാൻ.
അടങ്ങാത്ത വേദനകൾ മറന്നിടും ആനന്ദത്തിൻ തിരകളിൽ മുങ്ങിപ്പൊങ്ങി കളിച്ചിടും ഞാൻ. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.